വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിന്റെ തുടർഭരണം പിണറായി വിജയൻ അട്ടിമറിച്ചെന്ന വെളിപ്പെടുത്തലുമായി മുൻ IAS ഉദ്യോഗസ്ഥൻ കെ സുരേഷ് കുമാർ രംഗത്തുവന്നു. വി.എസിനൊപ്പം എന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിലാണ് സുരേഷ് കുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ. വി.എസ്. സർക്കാരിന്റെ കാലത്ത് ഫയൽ കടത്താൻ CPIM 3 പേർക്ക് ചുമതല നൽകിയിരുന്നുവെന്നും പുസ്തകത്തിൽ പരാമർശമുണ്ട്. വി.എസ്. അച്യുതാനന്ദന് പാർട്ടിക്കുള്ളിൽ തന്നെ ശത്രുക്കളുണ്ടായിരുന്നുവെന്ന ആരോപണത്തിന് ബലം നൽകുകയാണ് കെ സുരേഷ് കുമാറിന്റെ പുസ്തകം. 2011 തുടർഭരണം കിട്ടാതിരിക്കാൻ 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ പിണറായി വിജയൻ സ്ഥാനാർത്ഥികളെ നിർത്തി. വി.എസ്. ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതാണെന്നും പുസ്തകത്തിൽ സുരേഷ് കുമാർ പറയുന്നു. AKG സെന്ററിൽ ഫയൽ പരിശോധിച്ച ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയായിരുന്ന വി.എസിനെ കാണിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന ഫയലുകൾ പ്രൈവറ്റ് സെക്രട്ടറി S. രാജേന്ദ്രൻ, പൊളിറ്റിക്കൽ സെക്രട്ടറി KN. ബാലഗോപാൽ, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി N. ചന്ദ്രശേഖർ പണിക്കർ എന്നിവരാണ് AKG സെന്ററിൽ എത്തിച്ചിരുന്നത്. AKG സെന്ററിൽ നിന്നുള്ള കുറിപ്പ് സഹിതമാണ് ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തിരികെ എത്തുകയെന്നും പുസ്തകത്തിൽ പറയുന്നു. മൂന്നാർ ദൌത്യം പാതിവഴിയിൽ മുടങ്ങിയതിനുള്ള കാരണവും ദൌത്യത്തിന് നേതൃത്വം നൽകിയിരുന്ന സുരേഷ് കുമാർ പുസ്തകത്തിലൂടെ തുറന്നു പറയുന്നുണ്ട്. ദൌത്യം അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുവെന്നാണ് ആരോപണം. അന്നത്തെ ദേവികുളം സബ് കളക്ടറും നിലവിൽ മുഖ്യമന്ത്രി V.D. സതീശന്റെ സെക്രട്ടറിയുമായ രത്തൻ കേൽഖറിനെതിരെയാണ് പ്രധാന ആരോപണം. ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ പരാമർശിക്കപ്പെടുന്ന പുസ്തകം തിരുവനന്തപുരത്ത് ഇന്ന് പ്രകാശനം ചെയ്തു. കെ. സുധാകരൻ, കെമാൽ പാഷയ്ക്ക് നൽകിയായിരുന്നു പുസ്തക പ്രകാശനം. കഴിഞ്ഞ സർക്കാരിനോട് കൊമ്പുകോർത്ത പ്രമുഖരായിരുന്നു പ്രകാശന വേദിയിൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.